ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാത്തരം വെജിറ്റബിൾസും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അവിയലിന് കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ. ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അമരപ്പയറുണ്ട്, ഏത്തയ്ക്കയുണ്ട്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, പടവലങ്ങ, വെള്ളരിക്ക, കോവയ്ക്ക, അതുപോലെ തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇതെല്ലാം കൂടി പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിലും വേവിച്ച് എടുക്കാവുന്നതാണ്. ഞാനിന്ന് കുക്കറിലല്ല കാണിക്കുന്നത്, സാധാ പാത്രത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. കുക്കറിൽ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് വെന്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കെയർഫുൾ ആയിട്ട് വേണം കുക്കറിൽ ചെയ്യാനായിട്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളകാണ് ഇതിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് ഇതിന്റെ നമ്പർ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ മൂടി ഒന്ന് തുറന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പറ്റാതെ നോക്കണം. വെള്ളമൊക്കെ ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതുവരേക്കും ഇത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 10-20 ചെറിയ ഉള്ളി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത ഈ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിലാണ് ചതച്ചെടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ അരപ്പിന്റെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി നമുക്കിതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ ബൈ.